ഇന്ന് നമുക്ക് കൃഷ്ണന്റെ അല്ലെങ്കിൽ ഡിവിനിറ്റിയുടെ പല സിംബോളിക് റെപ്രസെന്റേഷനിൽ നിന്ന് കൃഷ്ണൻ ഒരു ഹംസമായിട്ട് വരുന്ന റെപ്രസെന്റേഷനെ ഒന്ന് ഡീകോഡ് ചെയ്യും. അപ്പൊ അറിയാം, നമുക്ക് ഹംസം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തില് ഒരു പ്യുവർ സോളിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ഹൈ ലെവൽ വിസ്ഡം, നോളജ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് നമ്മളുടെ ആ ഒരു പ്രൊഫൗണ്ട് എബിലിറ്റി, അതായത് ശരിക്കുള്ള ട്രൂത്തിനെയും ഇലൂഷനെയും സെപ്പറേറ്റ് ചെയ്ത്, അതായത് ഒരു പാലിൽ വെള്ളവും പാലും എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുവോ അതുപോലെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ട്രൂത്തും ഇലൂഷനും, മായയും സത്യവും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് കൃഷ്ണൻ ഹംസമായി വരുന്നത്. അത് മോക്ഷത്തിനെ കാണിക്കുന്നു. മെറ്റീരിയൽ വേൾഡ്, അതായത് നമ്മളുടെ 5 സെൻസസിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ മെറ്റീരിയൽ വേൾഡിനെ ഡിറ്റാച്ച് ചെയ്യുന്നത് കാണിക്കും. അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു ലിബറേഷൻ, ഒരു മോക്ഷം, നിങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടുന്നു എന്ന് ആ ഒരു സിംബോളിസം കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരാളിൽ ഈ 5 സെൻസസിലുള്ള മായയിൽ അധിഷ്ഠിതമായിട്ടുള്ള ലോകത്തിന്റെ എല്ലാ chaos, എല്ലാ പ്രശ്നങ്ങളും ഹാർഡ്ഷിപ്പുകളും അൺടച്ച്ഡ് ആയിട്ട് കാണിക്കുന്നു. അവരെ അത് ബാധിക്കുന്നില്ല എന്ന് കാണിക്കും. എങ്ങനെയാണോ ഹംസത്തിന്റെ ചിറകുകൾ വെള്ളത്തിൽ നനയാതെ പൊങ്ങിക്കിടക്കുന്നു, അതുപോലെ ഒരു ലിബറേറ്റഡ് സോളിന് മായാകുന്ന ഈ ലോകത്തിന്റെ അവസ്ഥാന്തരങ്ങൾ ബാധിക്കാതെ അനുഭവപ്പെടുന്നു. കൃഷ്ണനെ എപ്പോഴും ഒരു ഗ്രേറ്റ് സ്വാൻ, ഒരു ഹംസമായിട്ട് പറയാം. പരമഹംസ എന്നാണ് പറയുന്നത്. അത് യോഗിക് പെർസ്പെക്റ്റീവില് ഹയർ ലെവൽ കോൺഷ്യസ്നെസ്സിലുള്ള ഒരാളെയാണ് പരമഹംസ എന്ന് പറയുന്നത്. സുപ്രീം ട്രാൻസെൻഡൻസ്, അത്രയും ശുദ്ധമായിട്ടുള്ള, വോൾലി ഇതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, മായയും സത്യവും തിരിച്ചറിയുന്ന ആരാണോ അവനാണ് ഗ്രേറ്റ് സ്വാൻ. അവനാണ് പരമഹംസൻ, അവനാണ് കൃഷ്ണൻ. ഹംസം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ക്രിയോഗികൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹംസ ഹംസ എന്നുള്ള മന്ത്രം, അത് സോഹത്തിലേക്ക് നമ്മൾ പോകും. ഐ ആം ദാറ്റ്, സോഹം, ഐ ആം ബ്രഹ്മൻ. അതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇൻഡിവിജ്വൽ സോള് നിങ്ങൾ യൂണിയനായി ഡിവൈനിലേക്ക് യൂണിയൻ ആവുന്നതിനെ കാണിക്കുന്നു. ഐ ആം ദാറ്റ്, ഐ ആം ബ്രഹ്മൻ. അപ്പോ ഇതാണ് സ്വാനിന്റെ ഒരു യോഗിക് റെപ്രസെന്റേഷൻ. പിന്നെ കാണാം.